അന്വേഷിപ്പിൻ കണ്ടെത്തും. ടോവിനോ തോമസിന്റെ പുതിയ പടം ചേർത്തല പാരഡൈസിലാണ് കണ്ടത്. അടിപൊളി സാധനം. തിയേറ്റർ അത്യാവശ്യം നല്ലതായിരുന്നു. 4K തിയേറ്റർ ആണ്, അത്യാവശ്യം നല്ല സൗണ്ടുള്ള തിയേറ്റർ ആയതുകൊണ്ടൊക്കെ തന്നെ ഫുള്ളി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല ആ പടത്തിന്റെ ക്വാളിറ്റി സൂപ്പർ സാധനം. ഒരു 1980-95 ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ഡയറക്ടറെയും എഴുതിയിട്ടുള്ള ആളെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എഴുതിയിട്ടുള്ളത് ജിനു എബ്രഹാമാണ്. ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ് ആണ്. അപ്പം ഇവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് പടത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാൻ. പടം അടിപൊളി സാധനമാണ്. നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നല്ല പറയുന്നത്, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സിനിമയാണ്. ടോവിനോ തോമസിൻ്റെയൊക്കെ അഭിനയം വാവ് സൂപ്പർ. ഇന്നത്തുള്ള കുറച്ച് ആളുകളുടെ പേര് പറയാം. ഇന്ദ്രൻസ് ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, ബാബുരാജ് ഉണ്ട്, കോട്ടയം നസീർ, ഓബിയസ്ലി ടോവിനോ തോമസ്, പിന്നെ ആരുടെയൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ആയിട്ട് കുറേ ആളുകളുണ്ട്. പരിചയമില്ലാത്തവർ അതിനകത്ത് കാണിക്കുന്ന അതൊക്കെ നിങ്ങൾ പടം കണ്ടിട്ട് മനസ്സിലാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പടത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ടൊന്നും ഞാൻ ഇറങ്ങുന്നില്ല, സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ടൊരു പേടിയുള്ളത് കൊണ്ടാണ്. വെച്ചാൽ നിങ്ങൾ അങ്ങനെ കാണണം, ആ പടം ഫുള്ളായിട്ട് പോയി കാണണം, എന്നാലേ നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒക്കെ വന്ന് നിന്ന് പോയപ്പം എന്തൊക്കെയോ വേറൊരു ഫീലിലോട്ടൊക്കെ പോയി. ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ പൊളി സാധനം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ ആ ഒരു 80, 90, 95 ആ കാലഘട്ടം ആയതുകൊണ്ട് ആ കാലഘട്ടമൊക്കെ കാണിക്കുന്നത് നല്ല അടിപൊളിയുണ്ട്. ഫ്രെയിമൊക്കെ നല്ല സൂപ്പർ. പോലീസുകാരെയൊക്കെ കാണിക്കുന്നതൊക്കെ അടിപൊളി. അപ്പം ആ കാലഘട്ടത്തിൽ പോലീസുകാർക്ക് ഉണ്ടായിരുന്ന ആ ലിമിറ്റേഷൻസും ഒക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ ഇപ്പം ഇന്നത്തെ പോലെ ഓടിയെടുത്ത് ജീപ്പൊക്കെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല, നടന്നു പോകേണ്ടത് നടന്നു തന്നെ പോകണം. അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസിലൂടെയൊക്കെ നിന്നുകൊണ്ട് ഇവർ കേസ് അന്വേഷിക്കുന്നതും എന്താ പറയുക, അതിലൂടെ നമ്മളെയും കൂടി ആ ഇതിലോട്ട് കൊണ്ടുപോകും. നമ്മൾ കണ്ണൂർ സ്കോഡ് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മളും അതിലുണ്ട്, ആ ഒരു സ്കോഡിലുണ്ട്, നമ്മൾ അതിലോട്ട് ഇഴുകി ചേർന്ന് പോകുന്ന. ആ പടം തീർന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഫീൽ വന്നില്ലേ, ആ ഒരു കറക്റ്റ് ഫീൽ ഈ സാധനത്തിന് കിട്ടും. നമ്മൾ ഇതിലോട്ട് ഇൻവോൾവ് ആണ്, ഈ പടത്തിലോട്ട് ആ ഒരു ഫീൽ കിട്ടും. തിയേറ്ററിൽ നിന്ന് പോയവരൊക്കെ കൈയടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. നല്ല സൂപ്പർ പടമാണ്. ഒരുപാട് വലിച്ചാൽ നീട്ടുന്നില്ല. പിന്നെ എന്താ പറയുക, അഭിനയം ടോവിനോ പൊളി, നമ്മുടെ കോട്ടയം നസീർ അടിപൊളി, പിന്നെ ബാബുരാജിൻ്റെ കുറേ നാളുകൾക്ക് ശേഷമുള്ള ചളികളിൽ നിന്ന് നല്ലൊരു അടിപൊളി സൂപ്പർ സാധനം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിനകത്ത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടോവിനോ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെന്തുവാ പിന്നെ അടിപൊളി പടം, അടിപൊളി. എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു തിയേറ്ററിൽ കാണാം കേട്ടോ. വെച്ചാൽ ഇച്ചിരി സൗണ്ടും നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി കിട്ടുന്ന ഒരു 4K തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടും. നമ്മൾ കൊടുത്ത കാശിന് പടം കൊടുത്ത കാശിന് വർത്താണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. പടം കൊള്ളാം. എനിക്ക് ഈ ഒരു ജോണറിലുള്ള പടം കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിന് പോയത്. അല്ലെ പ്രേമലു കാണാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതലും ഇത്തരം ഒരു ജോണറിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പടങ്ങൾ ഞാൻ കാണാറുണ്ട്. അവരുടെ ആ രീതികൾ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിക്കൊണ്ടായിരിക്കും എനിക്ക് കുറച്ചും കൂടി പടം ഇഷ്ടപ്പെട്ടത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരിക്കലും എന്താ പറയുക, ഒരാളുടെ മാത്രം ടേസ്റ്റ് അല്ല, ചില കുറച്ച് ആളുകളുടെ മാത്രം ടേസ്റ്റ് അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ പടമാണ്. കണ്ണൂർ സ്കോഡ് പോലത്തെ ഒരു സ്കോഡ് നമുക്ക് ഇവർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെബ് സീരീസിലോട്ട് വരുന്നു, വെബ് സീരീസിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ്. ഇപ്പം കണ്ണൂർ സ്കോഡിന് വേറൊരു കേസ് അന്വേഷിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പോയി കാണും. അവരൊരു കേസ് അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സിനിമ അടുത്ത സീരീസ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പോയി കാണും. അതേപോലെ തന്നെ ഇതും ഒരു സീരീസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി വരുമോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും സൂപ്പർ പടമാണ്, പോയി കാണുക. കൊടുക്കുന്ന പൈസ വർത്താണ്. നല്ല തിയേറ്റർ, മസ്റ്റായിട്ട് ഒരു നല്ല വിഷ്വൽ ഓഡിയോ ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ കാണുക. സൂപ്പർ പടം.